നിങ്ങൾ സക്കാത്ത് കൊടുത്തില്ല, കണക്കനുസരിച്ച് മക്കൾ കൊടുത്തു, അത് വീടി പോകും. ഹജ്ജ് ഫർളായിട്ടുണ്ട്, നിങ്ങൾ വീട്ടിയിട്ടില്ല, മക്കൾ നിങ്ങൾക്ക് പകരം ചെയ്തു, വേറെ ആരെങ്കിലും ചെയ്ത് വീടി പോകും. അതേ നോമ്പ് നോൽക്കാത്തവരാണ്, പകരം നോറ്റു അല്ലെങ്കിൽ മുദ്ദ് കൊടുത്ത് വീടി പോകും. നിസ്കാരം എന്ത് ചെയ്യാനാണ്? അതിന് മറ്റു വഴികളില്ലല്ലോ, മറ്റു മാർഗങ്ങളില്ലല്ലോ. അതുകൊണ്ട് അവനവന്റെ പെരടിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ നിസ്കാരം ഒരിഞ്ച് പോലും തെറ്റാതെ നിർവഹിക്കണം. ഫർളിന്റെ കട്ടിയും കനവും നമ്മുടെ പെരടിയിൽ നിന്ന് മാറ്റണേ. അതങ്ങനെ ഓരോ കാലവും അങ്ങനെ കൂടിക്കൂടി വന്നാൽ മരിച്ചിട്ട് എല്ലാവരും കൂടി 70,000 തഹ്ലീൽ ചൊല്ലുമ്പോ ഇതങ്ങ് അല്ലാഹു പുറത്തു തരുമെന്നാരും കരുതിയിരിക്കണ്ട. 1,00,000 ആളുകൾ വന്ന് ജനാസ നിസ്കരിക്കുമ്പോ അല്ലാഹു ഇതും അങ്ങ് മാറ്റിത്തരുമെന്ന് കരുതണ്ട. കാരണം ഇത് പെരടിയിൽ നിർബന്ധമായ ഒരു നിർബന്ധമാണ്. അതിനെക്കുറിച്ചൊരു ചോദ്യം പിന്നീട് വരാനുണ്ട്.